പ്രഗ്നൻസി നോക്കുന്ന ആൾക്കാരാണോ? എല്ലാ മാസം നിരാശയോടെ ഒറ്റ ലൈൻ കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നതാണോ? ഇതില് എപ്പോഴും നിങ്ങൾക്ക് വല്ല അസുഖങ്ങളോ അല്ലെങ്കിൽ ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാവണമെന്നില്ല. ഒപിയിൽ വരുന്ന പല പേഷ്യൻസും ചെറിയ ചെറിയ അവർക്ക് തന്നെ തിരുത്താൻ പറ്റുന്ന പല മിസ്റ്റേക്കുകൾ കാരണമാണ് അവർ പ്രഗ്നൻസി ആവാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിന്ന് ഞാൻ ആ മിസ്റ്റേക്കുകളാണ് പറഞ്ഞു തരുന്നത്. മിസ്റ്റേക്ക് അല്ല, പലർക്കും അറിവില്ലായ്മയാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്നാമത്തേത്, പല പേഷ്യൻസും കപ്പിൾസും വരുമ്പോൾ അവര് മാസത്തിൽ ഒരു തവണയൊക്കെയാണ് ആകെ ട്രൈ ചെയ്യുന്നത്. അതായത് ബന്ധപ്പെടുന്നത് മാസത്തിൽ ഒരു തവണ. ഓവുലേഷനെ കുറിച്ചൊന്നും അവർക്ക് അറിയത്തു പോലും ഇല്ല. ജസ്റ്റ് അവരൊരു പീരിയഡ്സിനെ ഒന്നും നോക്കുന്നില്ല. അവർക്ക് എപ്പോഴാണോ ഇഷ്ടം തോന്നുന്നത് ആ സമയത്ത് മാത്രം ചെയ്യും. പ്രഗ്നന്റ് ആവില്ല എന്നല്ല, ചാൻസ് കുറവാണ്. കാരണം അണ്ടം വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ബീജം അവിടെ എത്തിയാൽ മാത്രമേ പ്രഗ്നന്റ് ആവുകയുള്ളൂ. ഒരു മാസത്തിൽ ഒരു സ്ത്രീ ഒറ്റ തവണയെ ഓവുലേഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അണ്ടവിസർജനം നടക്കുകയുള്ളൂ. അതും ഒരു നോർമൽ സൈക്കിൾ ആണെങ്കിൽ. ഇതും അല്ലാത്ത പല സൈക്കിൾസും കറക്റ്റ് അല്ലാത്ത 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോഴൊക്കെ ഉള്ള ആൾക്കാരല്ല നിങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാണ് അണ്ടവിസർജനം നടക്കുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പ്രഗ്നൻസി നിരാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സൈക്കിള്, അതായത് നിങ്ങളുടെ പീരിയഡ്സിന്റെ സൈക്കിൾ, അതായത് നമുക്ക് മാസത്തിൽ വരില്ല, ഇതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. എത്ര ദിവസം കൂടുമ്പോഴാണ്? അത് 28 ദിവസം കൂടുമ്പോഴാണോ 30 ദിവസം കൂടുമ്പോഴാണോ? ഒരു 3 മാസം നിങ്ങളത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, എനിക്ക് 30 ദിവസം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പോഴാണ്. ഏകദേശം ആ സൈക്കിളിന്റെ നടുഭാഗത്ത്, അതായത് ശരിക്കും ഇപ്പൊ 28 ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുക. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ മാസം 28 ദിവസത്തിലാണ് പീരിയഡ്സ് ആയെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ 30 ദിവസമായിരിക്കും, ചിലപ്പോൾ അടുത്ത മാസം 26 ദിവസമായിരിക്കും. ചില ആൾക്കാർക്ക് എല്ലാ മാസം 28 ദിവസം കൂടുമ്പോഴായിരിക്കും. അപ്പൊ ഏകദേശം ഒരു സൈക്കിളിന്റെ സെൻട്രൽ ഭാഗം, അതായത് നിങ്ങൾക്ക് പീരിയഡ്സ് ആയി, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സൈക്കിൾ എണ്ണുമ്പോൾ പലരും എന്നെ ബ്ലീഡിങ് നിന്നതിന് ശേഷം. അങ്ങനെയല്ല, എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് ആവുന്നത് ആ ദിവസം തൊട്ടാണ് നിങ്ങൾ എണ്ണേണ്ടത്. അപ്പോൾ ബ്ലീഡിങ് തൊട്ടിട്ട് ഒരു 10ാമത്തെ ദിവസം തൊട്ട് 20ാമത്തെ ദിവസം, ഒരു 23ാമത്തെ ദിവസം വരെ, അറ്റ്ലീസ്റ്റ് ഒരു 20ാമത്തെ ദിവസം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ബന്ധപ്പെടുക. ഇന്നും ബന്ധപ്പെട്ടില്ലെങ്കിലും പ്രശ്നമല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലും ബന്ധപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ ഇനി അടുത്തത്, രണ്ടാമത്തത്, പല ആൾക്കാരും ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബും പലതും കണ്ട് പല ആൾക്കാരിൽ നിന്നും പറഞ്ഞതൊക്കെ കേട്ടിട്ട് കുറേ ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അവർ സൈക്കിളൊക്കെ കറക്റ്റായിട്ട് പറയും നിങ്ങളുടെ ഓവുലേഷൻ്റെ 14ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 14ാമത്തെ ദിവസം മാത്രം ബന്ധപ്പെട്ട് വരും. ഇതൊരു മിസ്റ്റേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറും, എല്ലാ പേഷ്യൻറ്റിൻ്റെയും മാറും. 28 ദിവസമാണെന്നുണ്ടെങ്കിൽ 14, ഇനി 30 ദിവസമാണെങ്കിൽ 16ാമത്തെ ദിവസമാവും. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് അത് 16ാമത്തെ ദിവസമാണ്, ഈ മാസം നിങ്ങൾക്ക് 30 ദിവസമാണ് സൈക്കിൾ, നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പം നമുക്കൊരു ഓവുലേഷൻ വിൻഡോ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി വിൻഡോ ഉണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടാലും മാത്രമാണ് നിങ്ങൾ കൺസീവ് ആവുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 3 മാസത്തെ സൈക്കിൾ അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ദിവസം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ ഒരു 5 ദിവസം മുന്നേയും ഓവുലേഷനും കൂടി കൂട്ടിയിട്ട് ഒരു 6 ദിവസമാണ് നമ്മൾ ഫെർട്ടിലിറ്റി വിൻഡോ എന്ന് പറയാം. ഈ ഒരു ദിവസമാണ് ശരിക്കും നമ്മൾ ബന്ധപ്പെടേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് സെക്സ് ചെയ്യാനൊരു താല്പര്യം, ആ ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, സെക്സ് ചെയ്യുമ്പോൾ കൂടുതൽ പെയിൻ ഉണ്ടാവില്ല, കൂടുതൽ പ്ലഷർ ഉണ്ടാവും, നമുക്ക് ചെറിയ അടിവയറ് വേദന ഉണ്ടാവും, നിങ്ങൾ ബ്രസ്റ്റിന് ചെറിയ പെയിൻ ഉണ്ടാവും. സാധാരണ നമുക്ക് പീരിയഡ്സ് ആവുന്നത് പോലെയുള്ള ചെറിയ ചെറിയ മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് പലപ്പോഴും പലർക്കും മനസ്സിലാവില്ല, എന്നാൽ ചിലരിൽ പ്രകടമാകുകയില്ല. പക്ഷെ പലരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ വെറും ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ബന്ധപ്പെടാൻ നോക്കുക. ഓവുലേഷൻ ഡേയിൽ മാത്രം ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ബീജം ഉണ്ടല്ലോ, അതായത് പുരുഷന്മാരുടെ ബീജത്തിന് മാക്സിമം ഒരു 5 ദിവസം വരെ ആയുസുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 3 days എങ്കിലും കാൽക്കുലേറ്റ് ചെയ്താൽ അങ്ങനെയാണെന്ന് വെച്ചോളൂ. അപ്പം സ്ത്രീകളുടെ അണ്ടത്തിൻ്റെ ആയുസ് എത്രയെന്ന് പറയുക? 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ ഉള്ളൂ. നിങ്ങൾ ഈ 14ാമത്തെ ദിവസം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ മനസ്സിലായി, നിങ്ങൾ അന്ന് തന്നെ ചെയ്തു കഴിഞ്ഞാൽ മേ ബി രാവിലെ ആയിരിക്കും, രാവിലെ ഒരു 5 മണിക്കാണ്
ഓവുലേഷൻ നടന്നതെന്ന് വെച്ചോളൂ, നിങ്ങൾ രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ 12 മണിക്കൂർ കഴിഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് കുറവാണ്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പേം, അതായത് ആ ബീജം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ കൺസീവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവുലേഷന് മുമ്പ് തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക. അടുത്തത്, നമുക്ക് ഈ ഓവുലേഷൻ കറക്റ്റായിട്ട് പലർക്കും മനസ്സിലാവില്ല. ഇതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമുണ്ട്. പലരും ഇത് മനസ്സിലാക്കാറില്ല, ശ്രദ്ധിക്കാറുമില്ല, ഇതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മളെ സെർവിക്സിൻ്റെ മ്യൂക്കോസ എന്ന് പറയും. അതായത് നിങ്ങളുടെ യോനി ഭാഗത്ത്, ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കൊഴുപ്പ് പോലെ അല്ലെങ്കിൽ ഒരു വെള്ളപ്പോക്ക് പോലെ എന്നൊക്കെ പലരും പറഞ്ഞിട്ട് വരാറുണ്ട്. അത് ഞാൻ ചിലർ ചോദിക്കും വെള്ളപ്പോക്ക് ഉണ്ട്, അപ്പം ഞാൻ ചോദിക്കും സൈക്കിളിൻ്റെ നടുവിലാണ്, അതായത് നിങ്ങളുടെ ഏകദേശം ഒരു 28 ദിവസം സൈക്കിളാണെങ്കിൽ അതിൻ്റെ നടുവിലാണെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. ഇത് നോർമലും അല്ല, നിങ്ങൾക്ക് കൺസീവ് ആവാൻ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് കറക്റ്റായിട്ട് നോക്കുക. ഇതെങ്ങനെ നോക്കുക അല്ലേ, അതാണെന്ന് മനസ്സിലാക്കുക. കാരണം പല സമയത്തും നമുക്ക് വെള്ളപ്പോക്ക് ഉണ്ടാവുമല്ലോ. ഈ വെള്ളപ്പോക്ക് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതായത് സെർവിക്കൽ മ്യൂക്കോസ എങ്ങനെ മനസ്സിലാക്കാം, ഇത് ഓവുലേഷൻ്റെ ടൈമില്ല സെർവിക്കൽ മ്യൂക്കോസയാണ്. നിങ്ങളൊരു മുട്ട പൊട്ടിക്കുക, ആ മുട്ടയുടെ മഞ്ഞ ഭാഗം അല്ലാതെ വെള്ള ഭാഗം ഉണ്ടാവില്ലേ, അതായിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിനെന്ത് ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, നമുക്കത് വലിക്കാൻ ഒരു അത്രയും കൂടെ വലിക്കാനല്ല, ജസ്റ്റ് ഒരു വലിവ് അതിനുണ്ടാവും. പിന്നെ ഉണ്ടാവുക അതെന്താണ്, കുറച്ചും കൂടെ മറ്റേതിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. മറ്റേ വൈറ്റ് കളറല്ല, കുറച്ച് ക്ലിയർ ആയി. ജസ്റ്റ് ഒരു മുട്ടയുടെ വൈറ്റ് നിങ്ങൾ ആലോചിക്കുക, അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാം, നിങ്ങൾ തന്നെ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മാസം കറക്റ്റായിട്ട് ഇത് വെച്ചാൽ എല്ലാ ദിവസങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സൈക്കിളിൻ്റെ ഇടയിൽ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേറെ നേരത്തെ പറഞ്ഞ പോലെ പല ലക്ഷണങ്ങളും കൂടാതെ ഉണ്ടാവും. നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യം കൂടും, സെക്സ് ചെയ്യുമ്പോൾ പെയിന് കുറവായിരിക്കും. അപ്പോൾ ആ ലക്ഷണങ്ങളൂടെ കൺസിഡർ ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കും. 1-2 സൈക്കിൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും നിങ്ങളുടെ ഓവുലേഷൻ സമയത്തുള്ള സർവിക്കൽ മ്യൂക്കോസ. ഇതാണ് ബെസ്റ്റ് മെത്തേഡ് കേട്ടോ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ടെമ്പറേച്ചർ, ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ കൂടിയിട്ടുണ്ട്, ചെറിയ, അതായത് പനിയൊന്നല്ല ചെറിയ രീതിയിലൊന്ന് കൂടിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാം. ഇനി പലരും ഒട്ടും മൈൻഡ് ചെയ്യാത്തതാണ്, സ്ട്രെസ്സ് ഭയങ്കര കൂടുതലായിരിക്കും, ജോലിയുടെ ആയിരിക്കും അല്ലെങ്കിൽ ഫാമിലിയുടെ ആയിരിക്കും അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലായിരിക്കും. നിങ്ങളുടെ എല്ലാം നോർമലാണ്, ഇത് നിങ്ങൾ മൈൻഡ് ആക്കുന്നില്ല. നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങളുടെ ഓവുലേഷനെ ബാധിക്കും. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, വേറൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ അതൊരു മിസ്റ്റേക്കാന്ന് പോലും അറിയാത്ത അടുത്ത മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഉറക്കം കറക്റ്റ് അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലരും പല വീഡിയോസും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് മനുഷ്യനെ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് നിങ്ങളുടെ ഓവുലേഷനും അണ്ടത്തിൻ്റെ ക്വാളിറ്റിനെയും ബാധിക്കുന്ന ഒരു ഹോർമോണും കൂടി. ഒരു ഹോർമോൺ ഒരു പ്രവൃത്തിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഇത് ഉറക്കത്തിനും നിങ്ങളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കാനും എന്തുണ്ട്, ഈ മെലാറ്റോണിൻ്റെ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നും 12 മണിക്ക്, അതായത് രാവിലെ പുലർച്ചയ്ക്കാണ് സത്യത്തിൽ ഉറങ്ങുന്നത്, അപ്പോഴാണ് ഉറങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ മെലാറ്റോണിൻ്റെ അളവ് കുറയും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസീവ് ആവാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരാണ്ടിരിക്കാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങണം. നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 11 മണിയാകുമ്പോഴെങ്കിലും കിടക്കുക. അപ്പോൾ നിങ്ങൾ മെലാറ്റോണിൻ്റെ അളവ് കുറച്ച് കൂടും, അത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ പലരും ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നുണ്ടാവും. എല്ലാ ലൂബ്രിക്കൻസും ഫെർട്ടിലിറ്റി ഫ്രണ്ട്ലി ആണോ, നമ്മളെ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും ബാധകമാകോ? എന്നാൽ ചില ലൂബ്രിക്കൻസ് നിങ്ങളെ പ്രഗ്നൻ്റ് ആവുന്നതിൽ നിന്ന് തടയും. കാരണം ഇവ നിങ്ങളുടെ ബീജത്തിനെ നശിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ എന്ത് സാധനമാണെങ്കിലും ഇതൊരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ. നിങ്ങളുടെ വജൈനയ്ക്ക് ഒരു pH ഉണ്ട്, വജൈനൽ വാഷ് ഉപയോഗിക്കരുത്, അധികമായിട്ട് സോപ്പ് ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതിന് കാരണം വജൈനയുടെ pH മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലൂബ്രിക്കൻസ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ലൂബ്രിക്കൻസ് മേടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് അവരോട് ചോദിച്ചിട്ട് മേടിക്കുക, ഇത് പ്രഗ്നൻസി ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ ഒരു മൈൻഡും ആക്കാത്ത ഒരു കാര്യമാണ്, അതായത് ഇപ്പം നമുക്കൊരു കപ്പിൾസ് വന്നു, ചിലപ്പോൾ അവർ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും പലരും വരുന്നുണ്ടാവുക, പറയും എൻ്റെ ഭാര്യയ്ക്ക് PCOD ആണ്, എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡാണ്, എൻ്റെ ഭാര്യയ്ക്ക് ഫൈബ്രോയിഡാണ്. ഞാൻ അവരോട് ആദ്യം ചോദിക്കണം, നിങ്ങൾ സെമൻ അനാലിസിസ്, അതായത് നിങ്ങളെ ബീജം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ OP-യിൽ
ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പിൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട ഡോക്ടറെ, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാലും ഞങ്ങൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് സ്കാനിങ് ഒന്ന് എഴുതി തരുമോ, അല്ലെങ്കിൽ പീരിയഡ്സ് ഒക്കെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ രണ്ടുപേരോടും ഒരേപോലെയാണ് ടെസ്റ്റ് കഴിക്കുക. ഭർത്താവിന് ഞാൻ സെമൻ അനാലിസിസ് കൊടുക്കും, ഭാര്യയുടെ പീരിയഡ്സ് നോർമൽ ആണോ, തൈറോയ്ഡ് നോർമൽ ആണോ, സ്കാനിങ് ഒക്കെ കൊടുക്കും. അപ്പോൾ പലരും ഒഴിവാക്കുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഒരു 10 പേഷ്യൻ്റ് വന്നു എന്ന് വെച്ചോളൂ, അതായത് 10 കപ്പിൾ വന്നു കഴിഞ്ഞാൽ അതിൽ 4-5 കപ്പിൾസിൽ പുരുഷന്മാർക്കും പ്രശ്നമുണ്ട്. കാരണം ഒരു കുട്ടി ഉണ്ടാകുമെന്ന് വെച്ചാൽ അണ്ടവും വേണം ബീജവും വേണം. അപ്പോൾ ബീജത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, പക്ഷെ പലരും പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താ ജസ്റ്റ് ചെറിയൊരു കൗണ്ട് വ്യത്യാസം, ചെറിയൊരു മോട്ടിലിറ്റി കുറവ്, അത്രയേ ഉള്ളൂ. ഞാൻ പറയട്ടെ, സ്ത്രീകളിൽ അണ്ടിരിക്കുന്നത് അവരുടെ ശരീരത്തിനകത്ത് ഗർഭപാത്രത്തിലൂടെ കടന്നു പോയി അവിടെ ഒരു ട്യൂബ് ഉണ്ട്, ഫലോപ്പിയൻ ട്യൂബ്. അതിൻ്റെ അപ്പുറത്ത് അവിടെ എത്തണം ഈ ബീജം. അപ്പം ഇത് മൂവ് ചെയ്യണ്ടേ? അപ്പോൾ എത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. ഓരോ കാര്യം മറികടന്ന് വേണം. ആ മറികടന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും എണ്ണം വേണം, എങ്കിലേ ഒന്ന് അവിടെ കറക്റ്റായിട്ട് എത്തുള്ളൂ. പിന്നെ ഈ മടി കടന്നു പോകാൻ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് മൂവ് ചെയ്യണം. അപ്പം മോട്ടിലിറ്റി അല്ലെങ്കിൽ അളവിൽ ഇച്ചിരി കുറവ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് PCOD ഉണ്ട്, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ മാറാവുന്ന കേസുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം, നമ്മൾ 2 പേരും കൂടെ മല കയറുമ്പോൾ ഒരാൾ മാത്രം മല കയറി കഴിഞ്ഞാൽ അടുത്ത ആൾ അവിടെ എത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരേ കാര്യത്തിന് ശ്രമിക്കുമ്പോൾ 2 പേരും ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇതിന് പുരുഷന്മാർ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെമൻ അനാലിസിസ് ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജോലി ഒരു ലാപ്ടോപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പ് ടേബിൾ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. നിങ്ങളുടെ അതായത് തൊടയുടെ ഭാഗത്ത് വെച്ചിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ആ ലാപ്ടോപ്പിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചൂട് വരില്ലേ, ആ ചൂട് അധികമായിട്ട് നിങ്ങളുടെ ബീജത്തിൻ്റെ ഭാഗത്തോട്ട്, അതായത് നിങ്ങളുടെ സ്ക്രോട്ടൊക്കെ, അതായത് നിങ്ങൾ സഞ്ചിയൊക്കെ അല്ലേ അങ്ങോട്ടൊക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബീജത്തിൻ്റെ ആയുസ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഷെഫായിട്ട് വർക്ക് ചെയ്യുന്ന, കുറേ നേരം നല്ല നിന്നിട്ട് അടുപ്പിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് അടിക്കുന്നത്, അങ്ങനത്തെ ജോലി, നല്ല ടൈറ്റ് ഡ്രസ്സ് ഇടുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവർക്കും പ്രശ്നമുണ്ട് എന്നല്ല പറയുന്നത്, നമ്മൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നോർമലാണ്. നമുക്ക് വൈഫിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ചിലപ്പോൾ വൈഫിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങളുടെ കാര്യമായിരിക്കും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവാം, അപ്പോഴേക്ക് വൈഫിൻ്റെ ഏജ് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ എത്രയും നേരത്തെ റൂൾ ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അടുത്തത് തൈറോയിഡ്. ഈ തൈറോയിഡ് എന്ന് പറയുന്നത് ഓവുലേഷന്, പീരിയഡ്സ് റെഗുലർ ആവാനൊക്കെ വേണം. ഈ തൈറോയിഡ് ഹോർമോൺസ് കുറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് TSH കൂടിയാൽ നിങ്ങളെ പീരിയഡ്സിൻ്റെ ലെങ്ത്ത് കൂടും, കറക്റ്റ് ടൈം ആവില്ല, നിങ്ങൾക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും. അതിന് കൂടാതെ നോർമലി നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യുമല്ലോ, നോർമൽ TSH പലർക്കും അറിയണ്ട. അപ്പോൾ എല്ലാവരും ഇപ്പോൾ റെഗുലറായിട്ട് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പം 5 എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോർമലാണ്. പക്ഷേ നിങ്ങൾ പ്രഗ്നൻസിക്ക് നോക്കുമ്പോൾ 5 അല്ല നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു 2.5 ആണ് നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റേഷൻ, അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, അണ്ടവും ബീജം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഒരു എംബ്രിയോ ഉണ്ടായി, ആ എംബ്രിയോ നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിൽക്കണമല്ലോ, ആ നിൽക്കാനുള്ള ചാൻസ് കുറയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ TSH നോക്കുക. TSH 2.5-ന് മുകളിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതിന് മെഡിസിൻ കഴിക്കുക. നോർമലി നമ്മൾ അതൊന്നും നോക്കുന്നില്ലെങ്കിൽ നമ്മൾ 5-ന്റെ മുകളിലാണ് നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടത് കേട്ടോ. അടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വൈറ്റമിൻ D. വൈറ്റമിൻ D പലരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. വൈറ്റമിൻ D ഓവുലേഷൻ നടക്കാനും അല്ലെങ്കിൽ കുട്ടി ഗർഭപാത്രത്തിൽ ചേർത്ത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് വേണം? വൈറ്റമിൻ D എന്നുള്ളൊരു വൈറ്റമിൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇതൊരു ബൈൻഡ് ചെയ്യാനുള്ള ഇതൊരു റിസപ്റ്റർ ഉണ്ടാകും. ഈ റിസപ്റ്റർ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തിലും അതിന് പണിയുണ്ട്. അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഫങ്ഷൻ കുറയും, നിങ്ങളെ ഗർഭപാത്രത്തിൻ്റെ തിക്നെസ് കുറയും, കട്ടി കുറയും. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്കുള്ള അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് ആ പ്രഗ്നൻസി നിൽക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ D മാത്രമല്ല, വൈറ്റമിൻ B12, അങ്ങനെ പല വൈറ്റമിൻസ് നമുക്ക് വേണം. എനിക്ക് പല കപ്പിൾസ് ഉണ്ടായിരുന്നു, നമ്മളെല്ലാം ചെയ്തു, പക്ഷേ അവർക്ക് വൈറ്റമിൻ D കുറവായിരുന്നു. നമ്മൾ വൈറ്റമിൻ D കൊടുത്ത് അടുത്ത മന്ത് അവരെന്ത് ചെയ്യും? കൺസീവായി. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ Dക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ കഴിക്കുന്നത്.
നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളുടെ ഇൻസുലിൻ കൂടും. ഇൻസുലിൻ കൂടുമ്പോൾ ആൻഡ്രോജൻ കൂടും. ആൻഡ്രോജൻ കൂടുമ്പോൾ എന്താണ്ടാവും? നമ്മളുടെ ഹോർമോൺസിൽ, അതായത് നമ്മളെ ഫെർട്ടിലിറ്റിക്ക് വേണ്ട ഹോർമോൺസിൽ വ്യതിയാനം വരും. ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കില്ല. ഇനി പലരും പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് PCOD ആണ്, നിങ്ങൾ നല്ല ഡയറ്റ് ചെയ്യണം, നന്നായിട്ട് മെലിഞ്ഞിരിക്കണം, എന്നാലേ പ്രഗ്നൻ്റ് ആവുള്ളൂ. അങ്ങനെയല്ല. നമ്മൾ BMI, അതായത് നിങ്ങളെ ഹൈറ്റിന് വേണ്ട വെയിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് നന്നായിട്ട് തടിച്ചിരുന്നാലും പ്രശ്നമാണ്, നന്നായിട്ട് മെലിഞ്ഞിരുന്നാലും പ്രശ്നമാണ്. മെലിഞ്ഞിരുന്നാലും ഓവുലേഷൻ നടക്കില്ല, നല്ല ക്വാളിറ്റി കുറയും, അല്ലെങ്കിൽ ഓവുലേഷൻ ഡിലേ ആവും. ഫാറ്റ് കൂടിയാൽ, അതായത് തടിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഫാറ്റ് കൂടിയല്ല, ഫാറ്റ് കൂടിയാലും ഓവുലേഷൻ കറക്റ്റ് ആയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടും നിങ്ങൾ പ്രഗ്നൻസി ആവില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബന്ധപ്പെടാവുന്നതാണ്. എനിക്ക് താഴെ കാണുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ട്രീറ്റ്മെൻറ്റിനോ വേണ്ടിയിട്ട് ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ രോഗിക്ക് എന്തെല്ലാം അസുഖമുണ്ടോ നമ്മൾ അതെല്ലാം കറക്റ്റായിട്ട് പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കാറ്. അത് കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പല കപ്പിൾസിനും അവർക്ക് ഒരു കുട്ടി എന്നുള്ള സ്വപ്നം നമ്മൾ ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടേഴ്സിനും, കുറേ ഡോക്ടേഴ്സ്, ഞാൻ അടക്കമുള്ള പല ഡോക്ടേഴ്സിനും അതിന് സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.